ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. തൃക്കാക്കര സഹകരണ ആശുപത്രിയിലെ മലിനജലം പമ്പ് ചെയ്ത് നീക്കാൻ ശ്രമം. റോഡിലേക്ക് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്യാനുള്ള ശ്രമം പോലീസ് തടഞ്ഞിട്ടുണ്ട്. 2 KMRL ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ ലബി സജീന്ദ്രൻ നൽകും. ലബി, അപ്പോൾ ഈ ഒരു മലിനജലവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഈ വെള്ളം റോഡിലേക്ക് പമ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഷിഹാസ്, ഈ വാർത്ത നമ്മൾ റിപ്പോർട്ടറാണെന്ന് പുറത്തുവിട്ടതെന്ന് ഒന്ന് ഓർക്കുക. ഒരുപാട് സാധാരണക്കാരെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തൃക്കാക്കര സഹകരണ ആശുപത്രി. ഈ ആശുപത്രിയുടെ ഒരു ഭാഗത്തേക്ക് തൊട്ടടുത്ത പറമ്പിൽ നിന്ന്, അതായത് കൊച്ചി മെട്രോ റെയിലിന്റെ ഈ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്തിരിക്കുകയാണ് കാലങ്ങളായിട്ട് ഇങ്ങോട്ട് വന്ന്. ഈ ഒരു പറമ്പിലേക്ക് ഇത് മൊത്തം അശാസ്ത്രീയമായി ഡംപ് ചെയ്തതിനെ തുടർന്നാണ് അവിടെ മലിനവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. മഴ വന്നതോടുകൂടി ഇതെല്ലാം കുത്തിയൊലിച്ച് ആശുപത്രിയിലേക്ക് കയറുന്ന അവസ്ഥ വന്നു. ആശുപത്രിയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ വെള്ളം ഇതുവഴിയും മതിലിന്റെ സൈഡ് വഴി ഒതുങ്ങി ഇപ്പുറത്തേക്ക്, അതായത് തൊട്ടിപ്പുറത്തെ ഭാഗം, ഈ മതിലിന്റെ ഇപ്പുറത്തെ ഭാഗം ആശുപത്രിയാണ്, ആശുപത്രി കോമ്പൗണ്ടാണ്. നോക്കൂ ഷിഹാസ്, ഈ ഭാഗത്തേക്ക് മുഴുവൻ വെള്ളം കയറുകയായിരുന്നു. അതാണ് നമ്മൾ വാർത്തയിലൂടെ ഉച്ചയ്ക്ക് കൊടുത്തത്. ഇവിടെ മുഴുവൻ ഈ മലിന ജലം അടിഞ്ഞ് ഈ പകർച്ചവ്യാധിയുടെ ആശങ്കയുള്ളൊരു സമയമാണിതെന്ന് ഓർക്കണം. ഈ ഇത്രയും മഴ വന്നതോടുകൂടി ഈ മലിനജലമെല്ലാം ഇങ്ങോട്ട് വന്ന് ഇത് രോഗികൾക്ക് മുഴുവൻ ആശങ്കയാകുന്നൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് അതിനെ തുടർന്ന്, ഇപ്പോൾ നമ്മുടെ വാർത്തയെ തുടർന്ന് ഇവിടെ പോലീസ് എത്തി. അതേ തുടർന്ന് കരാർ ജീവനക്കാരായ 2 പേരെ ഇവിടെ നിന്ന് ഈ വെള്ളം വന്നിട്ട് പമ്പ് ചെയ്ത്, അതായത് ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി, രോഗികളുടെയും ഇവിടെ ഇരിക്കുന്ന കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം റോഡിലേക്ക് പമ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇവർ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്കൊക്കെ വളരെ പ്രതിഷേധം, ഇത്തരത്തിൽ ഇതിങ്ങനെ ഈ വെള്ളവും മാലിന്യവും എല്ലാം ഡംപ് ചെയ്യുന്നതിനെതിരെയുള്ളതാണ്. എത്ര കാലമായി ഇതിങ്ങനെ അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരിക്കുന്നു? മാസമായിട്ട് ഇവിടെ KMRLന്റെ മെട്രോ പണിയുടെ ഭാഗമായിട്ടുള്ള പൈലിംഗ് വേസ്റ്റ് അതുകൊണ്ട് ഇടാൻ വേണ്ടി ജില്ലാ കളക്ടർ പെർമിഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ മാലിന്യം കൊണ്ടിട്ട്. ഇതിന്റെ കൂടെ തദ്ദേശ ഭരണ, അതായത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംഭരണക്കാരുടെ കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടി വളരെ മോശമായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി. കൂടാതെ ഇതിന്റെ ഇടയിൽ കൂടി നിങ്ങളുടെയൊക്കെ പരാതിയെ തുടർന്നും ഞങ്ങൾ വാർത്ത കൊടുത്തതിനെ തുടർന്നുമാണല്ലോ ഇപ്പൊ ഇതെല്ലാം വന്നത്. ആ തോട് അടഞ്ഞു പോയാണ് ഇപ്പൊ എല്ലാത്ത വലിയ പ്രശ്നം. ആ തോട് അങ്ങോട്ട് ത്രൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ കേരളത്തിലെ തന്നെ, ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ IT സ്ഥിരാകേന്ദ്രത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. 1000 പേര് ഡെയിലി വരുന്നുണ്ട്. അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഞങ്ങൾ വിഷമവൃത്തത്തിലാ. ഇത് ആശുപത്രി, ഇത് ആശുപത്രിയാണോ? ഇത് രോഗം സൃഷ്ടിക്കുന്ന കേന്ദ്രവും. ഇത് ആരോട് പറയും? ജില്ലാ കളക്ടർ പരാതിപ്പെട്ടു, ഒരു നടപടിയില്ല. ഞങ്ങളുടെ പ്രസിഡന്റ് ലോക്നാഥ് ബെഹ്റക്ക് നിരന്തരം മെയിലുകൾ അയച്ചു, ഒരു നടപടിയില്ല. അതാണ് പറയുന്നത്. നാട്ടുകാർ നിരവധി തവണ പരാതികൾ അയച്ചു. KMRLനും പരാതി നൽകുന്നു. ആ വിഷ്വൽ കൂടി ഒന്നുകൂടി കണ്ടിട്ട് വരാം. ഇവിടെ എങ്ങനെയാണ് ഈ വെള്ളം, ഇതിന് സമീപത്ത് ഈ മാലിന്യവും മലിനജലവും എങ്ങനെയാണ് കെട്ടിക്കിടക്കുന്നതെന്ന് ഒന്നുകൂടി കാണുക ഷിഹാസ്. അതായത് ഒരു ആശുപത്രി, സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന തൃക്കാക്കര സഹകരണ ആശുപത്രി, ആ ആശുപത്രിയോട് ചേർന്ന്, അതിന്റെ മതിൽ, ആശുപത്രി കെട്ടിടത്തോട് ചേർന്നാണ് ഈ മതിൽ ഇരിക്കുന്നത്. ആ മതിലിനോട് ചേർന്ന് ഇത്തരത്തിൽ ഈ അശാസ്ത്രീയമായി ഡംപിംഗ് യാർഡായി മാറിയിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇത്തരത്തിൽ മാലിന്യമെല്ലാം കുമിഞ്ഞുകൂടി, അത് മഴ കൂടി പെയ്തതോടെ ഇവിടെ മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അതല്ലാതെ ഈ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള വെള്ളവും എല്ലാം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ഒഴിക്കുകയാണ്. മണ്ണ് നിക്ഷേപിക്കുകയാണ്. അശാസ്ത്രീയമായി ഒരു ഭാഗത്ത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. ഇവിടെ നിന്ന് ഈ വെള്ളമെല്ലാം ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായും ഈ ആശുപത്രിയിലുള്ളവർക്ക് ആശങ്ക ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മൾ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ രോഗം മാറാനാണ് മനുഷ്യൻ ആശുപത്രിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രോഗിയായി തിരിച്ചു പോകേണ്ട അവസ്ഥയാണിപ്പോ. തീർച്ചയായും ഷിഹാസ്, അതുതന്നെയാണ് ഇവിടെ എത്തുന്നവരുടെയൊക്കെ ആശങ്ക. നേരത്തെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ട സമയത്താണ് ഇതിനകത്തൊരു നടപടി എടുക്കാൻ തന്നെ മുതിരുന്നത്. അതേ തുടർന്നാണ് ഇങ്ങോട്ടെത്തി ഈ പെട്ടെന്ന് തന്നെ ഈ വാർത്ത വന്നതോടുകൂടി ഇത് ശ്രദ്ധയിൽ നിന്ന് മാറ്റാനായി ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ഒഴുകി എത്തിയ വെള്ളം മുഴുവൻ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് റോഡിലേക്ക് തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തി. ഇതാണ് പോലീസ് തടഞ്ഞത്. CT സ്കാൻ ചേർന്നാണ് ഇവിടെ തന്നെയാണ്. CT സ്കാൻ ഒക്കെ എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇവിടെയാണ്. ചവിട്ടി എടുക്കുന്നില്ലേ? അവിടെ ആ ഭാഗം വരെ മലിനജലം കയറി. അപ്പൊ അതായത് CT സ്കാൻ എടുക്കുന്ന റൂമിന്റെ മുൻവശം വരെ ചെളിവെള്ളം എത്തി. അപ്പൊ ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോ ഞങ്ങളിപ്പോ ഇന്ന് രാവിലെ വല്ല നിൽക്കുകയാണ്. പോലീസിനെ ബന്ധപ്പെട്ട് എല്ലാവരും ബന്ധപ്പെട്ട് ഇവിടെ ഒരു തരത്തിലും നടപടിയിലേക്ക് പോകുന്നില്ല. ജില്ലാ കളക്ടറോടോ അല്ലെങ്കിൽ ADM-നോടോ പറഞ്ഞിട്ടും 3 മാസമായി ഞാൻ ഈ
ഞാൻ ആശുപത്രിയുടെ ഭരണ സമിതി അംഗമാണ്. അതുകൊണ്ടാണ് ഇത് നിരന്തരം ഇടപെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിലേക്ക് നിരന്തരമായി നിങ്ങളുടെ ഇടപെടൽ വന്നിട്ടും ഇതൊന്നും നടപടി സാധ്യമാകുന്നില്ല. ഇന്നിപ്പോൾ ഓർക്കുക ഷിഹാസ്, ഓർക്കുക ഇതിനോട് ചേർന്ന് ഈ മലിനജലം കിടക്കുന്ന ഇത് എവിടം വരെ എത്തി എന്നതാണ് ഓർക്കേണ്ടത്. അതായത് ഈ CT സ്കാൻ എടുക്കുന്ന റൂമിന്റെ തൊട്ട് മുൻവശം വരെ എത്തിയിട്ട് അവിടേക്കാണ്. അതായത് രോഗികൾക്ക് ഷിഹാസ് നേരത്തെ പറഞ്ഞതുപോലെ രോഗം മാറാനായി ആശുപത്രിയിൽ നോക്കുക ഇപ്പോഴും അവിടെ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ഒഴുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കൂ നവാസ്. നോക്കൂ ഷിഹാസ്, ഇത്രയും നമ്മൾ ഈ വാർത്ത വന്നു, ഈ നടപടി എടുത്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്ത് മാറ്റിയതിന് തൊട്ട് പിന്നാലെ ഇതേ മലിനജലം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും വേഗം ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഇത് ഇവിടുന്ന് അടിച്ച പമ്പുകൾ ആ വെള്ളം അവിടെ അങ്ങനത്തുണ്ട്. ഞങ്ങളുടെ ലൈൻ, അതായത് അകത്തുനിന്നുള്ള വെള്ളം ഇവിടുന്ന് വെള്ളം തങ്ങിയിട്ട് പുറത്തേക്ക് വരികയാണ്. മഴവെള്ളം വന്നപ്പോൾ രണ്ടും കൂടി വന്ന് പുറത്തേക്ക് പോകാനുള്ള സഹകരണ ആശുപത്രിയിൽ നിന്ന് പോകുന്ന മഴവെള്ളം പുറത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. നേരത്തെ ഇവിടുന്ന് പുറത്തേക്ക് റോഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന, അതായത് ഒരു തരത്തിലും ഇവിടെ പറ്റാത്ത രീതിയിൽ സഹകരണ ആശുപത്രിയുടെ ഷിഹാസ് ആലോചിച്ച് നോക്കുക. ഈ ഭാഗമെല്ലാം നോക്കുക, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പാണ്. ആശുപത്രിയോട് ചേർന്നുള്ള കോമ്പൗണ്ടാണ്. ഇവിടുത്തെ മലിനജലം നോക്കുക, മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. മലിനജലം ഇങ്ങനെ കിടക്കുകയാണ്, ഓരോ ഭാഗങ്ങളിലായി കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ കൊതുകുണ്ട്, പകർച്ചവ്യാധികൾക്കുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഈ വെള്ളമാണ് അസഹനീയമായ ദുർഗന്ധം. അത് പറയേണ്ട ഷിഹാസ്, അസഹനീയമായ ദുർഗന്ധം. ഈ ദുർഗന്ധമുള്ള ഈ മലിനജലമാണ് ഒഴുകി മുഴുവൻ ഈ മതിൽ വഴി ഒഴുകി അപ്പുറത്തേക്ക് വന്നത്. ഈ വെള്ളമാണ് CT സ്കാൻ റൂമിന്റെ ഫ്രണ്ട് വരെ ഉണ്ടായിരുന്നത്. നമ്മൾ വാർത്ത നൽകിയതിനെ തുടർന്ന് മാത്രമാണ് അതൊന്ന് പമ്പ് ചെയ്ത് നീക്കുക പോലും ചെയ്തത്. അതായത് ആശുപത്രിയിൽ ഇത്രയും ആളുകൾ ആശ്രയിക്കുന്ന, ഈ പരിസരത്തുള്ള സാധാരണക്കാരായ ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ പകർച്ചവ്യാധി കൂടി നൽകാൻ പാകത്തിലുള്ള വെള്ളമാണിത്. അത്രത്തോളം ആശങ്കയാണ് ഇവിടെ എത്തിയവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആകെ കൂടെ ഒരു പരിഹാരം കാണുന്ന ഒരു ഒറ്റ മാർഗമുള്ളൂ. സീപോർട്ട് എയർപോർട്ട് അവിടെ കൂടെ ഒരു കാനുണ്ട്. നിലവില് 3 പേര് വീതിയിൽ നടന്നാലും, അതായത് ഒരു കലുങ്കും മണ്ണിനടിയിലായി അല്ലേ? അതിന്റെ അടിയിലുണ്ട്, നിലവിലുണ്ട്. അങ്ങോട്ടുള്ള ആ ഒരു മുഖമാണ് ഇവിടെ അടച്ചിട്ടേക്കണത്. ഈ വെള്ളം പോയിക്കൊണ്ടിരുന്ന ഷിഹാസ്, CMRL അധികൃതരാണ് ഇവിടെ ഉണരേണ്ടത്. കാരണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന് പുറത്ത് അശാസ്ത്രീയമായ ഈ മണ്ണ് നിക്ഷേപം മൂലം, മാലിന്യ നിക്ഷേപം മൂലം ഒരു കാന വഴിയുള്ള ജലത്തിന്റെ ഒഴുക്കെല്ലാം തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ട് ഇങ്ങനെ രൂക്ഷമാകാൻ കാരണം. തൃക്കാക്കരയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ മുങ്ങാനുള്ള കാരണവും അതാണ്. ഈ കലിങ്കിൽ അശാസ്ത്രീയമായി ആ കലിങ്കിനടിവഴിയുള്ള ഒഴുക്ക് അങ്ങ് നിലച്ചു പോയിരിക്കുന്നു. മണ്ണ് അവിടെ ഡംപ് ചെയ്തിരിക്കുന്നു. ആ മണ്ണൊക്കെ മാറ്റി കാനയുടെ അടിഭാഗത്തുകൂടി, കലിങ്കിന്റെ അടിഭാഗത്തുകൂടിയുള്ള ജലത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു കാര്യം കൂടി. അപ്പോൾ KMRL-മായി ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിച്ചൂടെ? പറഞ്ഞോട്ടെ, അദ്ദേഹം പറയട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സ്കാനറായിട്ട് നാളെ വരുമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അത് പറഞ്ഞു. സ്കാനറായിട്ട് വന്ന് കണ്ടിട്ട് എവിടെയാണ് KMRL നിങ്ങൾ നിരവധി തവണ മെയിൽ അയച്ചല്ലോ, MD-ക്ക് തന്നെ അയച്ചു എന്ന് പറഞ്ഞു. എന്താണ് മറുപടി? ഒരു തരത്തിലും നോ റെസ്പോൺസ്. അപ്പൊ അവര് പറയുന്നത് ഇത് അപ്കോൺസിനെ ഏൽപ്പിച്ചാണ്. അപ്കോൺസ് ആണ് കോൺട്രാക്ടർ. അപ്കോൺസും KMRലും തമ്മിലൊരു ടൈപ്പ് ആണ് കാണുന്നത്. അപ്കോൺസ് പറയും അവര് ചെയ്യുന്നില്ല. ഷിഹാസ്, ഏതായാലും KMRL-നോട് നമ്മളും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. KMRL-ന്റെ മറുപടി കൂടി ഒന്ന് ലഭിക്കട്ടെ. അതിനുശേഷം ഇതിനെന്തെങ്കിലും പരിഹാരം KMRL നടത്തുന്നുണ്ടോ, അവർ ഏതെങ്കിലും രീതിയിൽ നോക്കുക ഷിഹാസ്. ഇതിന്റെ അപകടാവസ്ഥയും അതിനോട് ചേർന്ന് ഈ വെള്ളം ഇങ്ങനെ വന്ന് ഇതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത്. KMRL-ന്റെ ഒരു മറുപടി ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ, നടപടി എടുക്കുന്നുണ്ടോ എന്നത് തീർച്ചയായും വിശദമായി തന്നെ ആ കാഴ്ചകൾ കാണിച്ചു തന്നത്. നാട്ടുകാരുടെ ആശങ്കകൾ നമ്മൾ കേട്ടു. തൃക്കാക്കര സഹകരണ ആശുപത്രിയിലെ മലിനജലമാണ് ഇത്തരത്തിൽ പമ്പ് ചെയ്ത് ഇപ്പോൾ നീക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടത്തുന്നത്. നാട്ടുകാർ നിരവധി തവണ അതിപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ഉൾപ്പെടെ നേരിട്ട്, അതോടൊപ്പം ജില്ലാ കളക്ടറെ ഒക്കെ ഈ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ വാർത്തയ്ക്ക് പിന്നാലെയും അവിടെ മലിനജലം അങ്ങോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങൾ ഇത് വ്യക്തമാണ്. KMRL-നെ റിപ്പോർട്ടർ TVയും ഈ വാർത്തയുടെ ഒരു ഗൗരവം, ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചിട്ടുണ്ട്. വലിയ ദുർഗന്ധമാണ്. ജനങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖം പകരാൻ പോലും കാരണമാവുന്ന തരത്തിലുള്ള മലിനജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ആശുപത്രിയുടെ CT സ്കാൻ സെന്ററിന്റെ തൊട്ടടുത്ത് വരെ ആ മലിനജലം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവട്ടെ.